ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ബയാനിമാ യജൂസു മിനൽ കിദ്ബി അല്ലെങ്കിൽ കെദിബി, കളവിൻ്റെ കൂട്ടത്തിൽ നിന്ന് അനുവദനീയമായതിനെ വിവരിക്കണ ബാബ്. ഏലം നീ അറിയണം, അന്നൽ കദിബ നിശ്ചയമായിട്ട് കളവ് പറയൽ വൈങ്കാന അസ്ലുഹോ മുഹറമൻ, അതിൻ്റെ അടിസ്ഥാന വിധി ഹറാമാണെങ്കിൽ തന്നെയും ഫയജൂസു ഫി ബഅദിൽ അഹ്വാലി, ചില സന്ദർഭങ്ങളിൽ അത് അനുവദനീയമാവും. ബിഷുറൂത്തിൻ, പല നിബന്ധനയോടുകൂടെ, നിബന്ധനകൾ ഒക്കുമ്പോഴേ അനുവദനീയമാവുള്ളൂ. ഖദ് ഔലഹ്തുഹാ ഫി കിതാബി അൽ അദ്കാർ എന്ന കിതാബിൽ അതിന് ഞാൻ വിവരിച്ചിട്ടുണ്ട്. മുഖ്തസറു ദാലിക, അവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കം, അന്നൽ കലാമ വസീലത്തുന്നിലൽ മക്കാസിദി, സംസാരം എന്നത് തൻ്റെ മനസ്സിലെ ലക്ഷ്യങ്ങൾ മറ്റൊരാളേക്ക് ചേർത്തി കൊടുക്കുവാനുള്ള ഒരു മാർഗമാണ്. ഇപ്പോൾ കുല്ലു മഖ്സൂദിൻ മഹ്മൂദിൻ, സ്തുത്യർഹമായ ലക്ഷ്യം, യുംകിനു തഹ്സീലുഹു ബി ഗൈരിൽ കദിബി, കളവ് പറയാതെ തന്നെ അത് കരസ്ഥമാക്കാൻ സാധ്യമെങ്കിൽ യഹ്റുമുൽ കദിബു ഫീഹി, അതിൽ കളവ് പറയൽ ഹറാമാണ്. തൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം വേറൊരാൾക്ക് ചേർത്തി കൊടുക്കാനുള്ളതാണല്ലോ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഇവന് സംസാരിക്കുമ്പോഴുള്ള ലക്ഷ്യം നല്ലൊരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ചേരാൻ ഉള്ളത് പറഞ്ഞാൽ തന്നെ മതിയെങ്കിൽ പിന്നെ അവിടെ കളവ് പറയാൻ പാടില്ല. വൈല്ലം യുംകിൻ തഹ്സീലുഹു, ആ മഹ്മൂദായ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധ്യമല്ലെങ്കിൽ, ഇല്ലാ ബിൽ കദിബി, കളവ് പറഞ്ഞുകൊണ്ടല്ല എങ്കിൽ ജാസൽ കദിബു, അവിടെ കളവ് പറയൽ അനുവദനീയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ ഉള്ളതുപോലെ പറഞ്ഞാൽ തൊലാക്ക് പെട്ടെന്ന് ചൊല്ലിപ്പോകുന്ന പേടിയാണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ചെറിയൊരു കളവ് സൂട്ടാക്കാം. എന്തിനു വേണ്ടിയിട്ട്? ആ തൊലാക്ക് രക്ഷപ്പെടാൻ വേണ്ടി കണ്ട്. സുമ്മ ഇനി ഞാൻ പറയാം. ഇൻകാന തഹ്സീലു ദാലിക്കൽ മഖ്സൂദി മുബാഹൻ, ആ ലക്ഷ്യത്തെ ഹാസിലാക്കൽ ഒരു മഹ്മൂദൊന്നും അല്ല, ഒരു മുബാഹായ കാര്യമാണ്. എന്നാലും കാനൽ കദിബ് മുബാഹൻ, അവിടെ കളവ് പറയൽ അനുവദനീയമാണ്. ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കൽ മുബാഹുള്ളൂ എങ്കിൽ ആ കാര്യത്തിൽ കളവ് പറയൽ മുബാഹ ഉണ്ടാവുകയുള്ളൂ. വൈങ്കാന വാജിബൻ, ആ കാര്യത്തെ കരസ്ഥമാക്കൽ നിർബന്ധമാണെങ്കിൽ കാനൽ കദിബു വാജിബൻ, അപ്പം കളവ് പറയലും വാജിബാകും. ആ കാര്യം കിട്ടണമെങ്കിൽ കളവ് പറഞ്ഞേ തീരുള്ളെങ്കിൽ കളവിടെ പറയണം. ഉദാഹരണം പറയുമ്പോൾ തിരിയും. ഫഇദഖ്തഫ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒളിച്ചു നിന്നാൽ, ഒളിച്ചു നിൽക്കുക, ഇന്നലെ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ ഒളിച്ചു നിന്നു. മിൻ ലാലിമിൻ, ഒരു അക്രമിയെ തൊട്ട് ഒരു RSSകാരൻ ഊരി പിടിച്ച വാളുമായിട്ടിട്ട് വന്ന് മുഹമ്മദ് ഇവിടെ വന്നു ചോദിച്ചു. ഇവൻ്റെ കട്ടിലെ ചോട്ടിലാണ് ഒളിച്ചു നിൽക്കണതേ. ഇരീത് കത്തുലഹു, ഈ ലാലിമാണെങ്കിൽ ഇവനെ കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലാലിം ഇവനെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ലാലിമായ ചങ്ങായി ഒരു മുസ്ലിമിനെ അന്വേഷിച്ച് വരികയാണ്. ഔ അഹദ മാലിഹി, അല്ലെങ്കിൽ ഈ ലാലിമായ ചങ്ങായി ഒരു മുസ്ലിമിൻ്റെ മുതൽ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഔ അഖ്ഫ മാലഹു, ഇവനാണെങ്കിലോ ഇവൻ്റെ മുതലിനെ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. ഈ സാധു അവൻ്റെ മുതൽ വലിയ രഹസ്യമായിട്ട് സൂക്ഷിച്ച സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കണം. ഒരു അക്രമിയായ മനുഷ്യയെ അന്വേഷിച്ച് വരികയാണ്, ഈ മുതൽ അന്വേഷിച്ച് വരികയാണ്. അല്ലെങ്കിൽ മുസ്ലിമായ മനുഷ്യൻ ഇവൻ്റെ കട്ടിലെ ചോട്ടിൽ അലമാരൻ്റെ ഉള്ളിൽ ഒളിച്ചു നിൽക്കുകയാണ്. ഈ ലാലിമായ ചങ്ങായി വന്നിട്ട് ഈ മനുഷ്യനെ അന്വേഷിക്കുകയാണ്. ആ സമയത്ത് സുയില ഇൻസാനുൻ അൻഹു, ഒരാളോട് ഈ മുസ്ലിമായ മനുഷ്യനെ തൊട്ട് അല്ലെങ്കിൽ മുതലിനെ പറ്റി ചോദിക്കപ്പെട്ടു. എന്നാൽ വജബൽ കദിബു ബി ഇഖ്ഫാഇഹി, അത് ഒളിപ്പിച്ചു വെക്കൽ കൊണ്ടുള്ള കളവ് നിർബന്ധമാണ്. പിന്നെ ആ ചങ്ങായി ഉണ്ടല്ലോ നമ്മുടെ വന്നു ചോദിച്ചു. ഏത് ചങ്ങായി? ഇത് നിങ്ങൾ വന്നില്ലല്ലോ എന്നറിയാം. അല്ലെങ്കിൽ ആ ചങ്ങ മുതലോടെ സൂക്ഷിച്ചതിന് രുചി കണ്ടു ചോദിച്ചു. ഞാൻ കണ്ടിട്ടില്ല ആരെയും. അവിടെ ഉണ്ട് കാരണം സമ്പത്തോ എടുത്തുകൊണ്ട് പോകില്ലേ. വക്കതായി പ്രകാരം തന്നെ ലൗകാന ഇന്ദഹു വദിയത്തുൻ, ഒരാളുടെ അടുക്കൽ സൂക്ഷിപ്പ് സ്വത്തുണ്ടായാൽ, വറാദ ലാലിമുൻ അഹദഹ, ഒരു അക്രമി അത് പിടിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ, വജബൽ കദിബു ഇഖ്ഫായിഹ, അത് ഒളിപ്പിച്ചു വെക്കൽ കൊണ്ട് കളവ് പറയൽ നിർബന്ധമാണ്. എൻ്റെ അടുത്ത ഒരാൾ നല്ല കുറച്ച് മുതൽ സൂക്ഷിക്കാൻ നിന്നാണ്. നാളെ എൻ്റെ മോളെ കല്യാണമാണ്. ഇന്ന് രാത്രി ഈ മുതൽ 25 പവൻ പിന്നെ ആഭരണമുണ്ട്,
ഇത് എൻ്റെ വീട്ടിൽ ഒളിപ്പിച്ച് വെക്കണം, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി കൂടായല്ല, അതുകൊണ്ട് നിൻ്റെ വീട്ടിൽ വെക്കണം എന്നാണ് സൂക്ഷിക്കാൻ തന്നതാണ്. അവിടെ 2 കൊള്ളക്കാർ വന്നിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ എൻ്റെ അലമാരയിലുണ്ട് അറിയാൻ പറ്റുമോ? പക്ഷേ അവിടെ പറയാൻ പാടില്ല, മൂളിക്കണം. വല്ലഹ്വത്തു ഫി ഹാദാ കുല്ലിഹിയൻ യുവരിയ, ഇതിലെല്ലാം ഏറ്റവും സൂക്ഷ്മമായ ഏറ്റവും നല്ല മാർഗം യുവരിയ അവൻ തൗരിയത്ത് ചെയ്യലാണ്. തൗരിയത്തിൻ്റെ പരിപാടി ഉണ്ട്, ബാക്കി വായിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ മാന തൗരിയത്തി, ഈ തൗരിയത്ത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം യഖ്സിദ ബി ഇബാറത്തിഹി, അവൻ്റെ വാക്കുകൊണ്ട് അവൻ ഉദ്ദേശിക്കലാണ് മഖ്സൂദൻ സ്വഹീഹൻ, നല്ല ഒരർത്ഥം. ലൈസ ഹുവ കാദിബൻ ബിൻ നിസ്ബത്തി ഇലൈഹി, ആ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഇവൻ എന്താവില്ല, കളവ് പറഞ്ഞാൽ ആവൂല, അങ്ങനത്തെ ഒരർത്ഥം ഉദ്ദേശിക്കുക. വൈകാന കാദിബൻ ബി ലാഹിരിൽ ലഫ്ലി, ലഫ്ലിൻ്റെ പ്രത്യക്ഷത്തിൽ അവൻ കളവ് പറഞ്ഞവനാണെങ്കിൽ തന്നെയും ആ വിദൂരമായന ഉദ്ദേശിക്കുമ്പോൾ എന്താവൂല, അവിടെ കളവാവൂല. വബിൻ നിസ്ബത്തി ഇലാമ യഫ്ഹമുൽ മുഖാത്തബു, ആ മുഖാത്തബ് മനസ്സിലാക്കുന്നുള്ള ചേർന്ന് നോക്കിയിട്ടും ലഫ്ലിൻ്റെ പ്രത്യക്ഷം നോക്കുമ്പോഴും കളവ് തന്നെയാണെങ്കിൽ തന്നെയും അവൻ മറ്റേമാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പേരാണ് തൗരിയത്ത്. വലതറക്ക തൗരിയത്ത, ഒരാൾ തൗരിയത്തണ്ട് ഒഴിവാക്കിങ്ങാണ്ട് വാത്തലക്ക ഇബാറത്തൽ കദിബി, കളവിൻ്റെ ഇബാറത്ത് തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാലും പോലെ ഇസബി ഹറാമി ഫി ഹാദിൽ ഹാൽ, ഈ സന്ദർഭത്തിൽ എന്തല്ല, അത് ഹറാമല്ല. അപ്പോൾ ചോദ്യം, എവിടുന്നാ അപ്പോൾ കളവ് പറയാൻ പറ്റൂല ഖുർആൻ നിശ്ചയിക്ക് പറഞ്ഞിട്ട് പിന്നെ എവിടുന്നാ നിങ്ങൾ കളവ് പറയൽ ജായിദാന്ന് എവിടുന്ന് പിടിച്ചത്? ബാക്കി വായിച്ച് വസ്തുതല്ലുലമാവു ആലിമീങ്ങൾ ലക്ഷ്യം പിടിച്ചു ബിൽ ജവാസിൽ കദിബി ഫി ഹാദിൽ ഹാൽ, ഈ സന്ദർഭത്തിൽ കളവ് പറയൽ അനുവദനീയമാണെന്നത് എനിക്ക് ലക്ഷ്യം പിടിച്ചു. ബി ഹദീസ് ഉമ്മു കുൽസൂം ബീവിൻ്റെ ഹദീസ് കൊണ്ട് അന്നഹ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ള പറഞ്ഞ താൻ കേട്ടിട്ടുണ്ടത്രേ, ലൈസൽ കദ്ദാബു അല്ലദി യുസ്രിഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നന്നാക്കാൻ നടക്കുന്നവൻ കളവ് പറയുന്ന ആളല്ല. യഥാർത്ഥത്തിൽ ഉമറും മുജീബും തമ്മിൽ ഭയങ്കര തെറ്റാണ്. ഒരു തമ്മിൽ മുണ്ടിയിട്ട് ഒരുപാട് കാലമായി, എന്തോ ചെറിയ വിഷയത്തിന് പറഞ്ഞ് തെറ്റിയതാണ്. അപ്പോൾ ഉമറിൻ്റെ അടുത്ത് നിന്നാണ്ട് പറയാ, മുജീബ് പറയുന്നുണ്ട് ഒരു ജ്യൂസ് വാങ്ങി തന്നാച്ച് കുടിച്ചു ആവോ, അങ്ങനെയാണെങ്കിൽ ഓനോട് നന്നാകണം എന്ന് എനിക്കുണ്ടേനു പറയാം. മറ്റവൻ്റെ അടുത്ത് പോയിട്ടും പറയാ, ഉമർ പറയുന്നുണ്ട് മുജീബ് പറയുന്നുണ്ട് ഉമർ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന്, ഉമർ പറയുന്നുണ്ട് മുജീബിനോടും പോയിട്ട് പറയാം. അപ്പോൾ രണ്ടാളും തമ്മിൽ അസ്സലാമു അലൈക്കും തന്നെ കൈയെടുത്തോളും. ശരിയല്ലേ? അങ്ങനെ നന്നാക്കാൻ വേണ്ടി നുണ പറഞ്ഞാൽ നുണയാവില്ല എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ എൻമി ഹൈറ, കാരണം ഇവനെന്താ കാരണം, ഇപ്പം നന്മയാണ് വളർത്തുന്നത്. തൊള്ളോട് പറഞ്ഞ് കളവാണെങ്കിലോ നന്മയാണ് വളർത്തുന്നത്. ഔ യഖൂലു ഹൈറ, അല്ല റസൂൽ എങ്ങനെയാണ് പറഞ്ഞത്? യഖൂലു ഹൈറ എന്നാണ് പറഞ്ഞത്. ഓ ഹൈറാണല്ലോ പറയുന്നത്. മുത്തഫഖുൻ അലൈഹി. കാലത്ത് ഉമ്മു കുൽസൂം ബീവി പറയാണ്, വലം അസ്മഹു, റസൂലുള്ളാഹിനെ ഞാൻ കേട്ടിട്ടില്ല, യുറഖിസു ഫീ ഷൈഇൻ മിമ്മാ യഖൂലുന്നാസ്, ജനങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നൊരു ഷൈയിലും ഇളവ് കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇല്ലാ ഫീ സലാസിൻ, 3 കാര്യത്തിലല്ലാതെ. 3 കാര്യം, തൈനി അൽ ഹർബ്, ഒന്ന് യുദ്ധം ചെയ്യുമ്പം ഞാൻ ആരാന്നറിയോ, ഒറ്റ വെട്ടിന് 3 ആളെ കൊന്നാളാണ് ഇങ്ങനെ വാടാജി എന്ന് പറഞ്ഞാണ്ട് വീരവാദം മുഴക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കളവ് പറയാൻ പറ്റും. രണ്ടാമത്തെ ഇസ്ലാഹ ബൈനന്നാസ്, ജനങ്ങളീ നന്നാക്കാൻ വേണ്ടി, തെറ്റുകളെ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഹദീസ് റജുലി ഇംറഅത്തുഹു, ഭർത്താവ് ഭാര്യയോടെന്നും, ഹദീസൽ മർഅത്തി സൗജഹ, ഭാര്യ ഭർത്താവിനോടും അങ്ങോട്ട് പറയാണ്. ഇപ്പം പണ്ട് ലൈനാക്കി നടന്നീന ആളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഫസ്റ്റ് നൈറ്റ് ബെഡ്റൂമത്ത് പറയുമ്പോൾ നിങ്ങൾ ആരും മുമ്പ് ലൈനാക്കിയെന്ന് ചോദിച്ചാൽ ആ പെരുപാട് തന്നെ നമുക്കില്ല ഇനി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ 4-5 ആൾക്കാരെ ലൈനാക്കി ഇനി അറിയാം. പിന്നെ അപ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്നറിയാം, തമ്മിൽ തെറ്റത്താക്കാൻ വേണ്ടി ഉള്ളവർ മൂടിച്ച് പറയണം. ശരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൽ ഹസ്സി അല തസബ്ബുതി ഫീമാ യഖൂലു വയഹകീഹി, താൻ പറയുന്നതിലും ഉദ്ധരിക്കുന്നതിലും ഉറപ്പ് ലഭിക്കണം എന്നതിൻ്റെ മേൽ പ്രേരിപ്പിക്കണ ബാബ്. ഖാല അല്ലാഹു തആല വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നബിയെ തങ്ങൾ പിൻപറ്റരുത് മാ ഒന്നിനോട് ലൈസ ലക ബിഹി ഇൽമുൻ, തങ്ങൾക്ക് ഉറപ്പില്ലാത്തവർ പിൻപറ്റരുത്, ഉറപ്പില്ലാത്തവന് വിട്ടേക്കണം. അതെന്ത് ചെയ്യരുത്, വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. ഖാല തആല, അല്ലാഹു പറയാണ്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരാളും ഒരു വാക്കും ഉച്ചരിക്കൂല, റഖീബ് അതീദ് അവൻ്റെ ചാരത്തുണ്ടായിട്ടല്ലാതെ.
അള്ളാഹു ആകാം, റഖീബ് അതീദ്, അല്ലെങ്കിൽ മലക്കും ആകാം. وعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال كفى بالمرء كذبا ഒരു മനുഷ്യന് കളവിനാൽ മതിയെ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ കേട്ടതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കൽ തന്നെ മതി. കേട്ടതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ തന്നെ ഒരു കള പറഞ്ഞവനായി മാറും. കാരണം ഇവനോട് പറഞ്ഞാൽ ഈ കാര്യം. പിന്നെ റവാഹു മുസ്ലിം വൻ സമുറത്ത റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹദ്ദസനി ബിഹദീസിൻ എന്നെക്കുറിച്ചൊരു വർത്തമാനം ഒരാൾ വേറാകെ പറഞ്ഞു കൊടുത്താൽ യറാ ഇവൻ അറിയാം അന്നഹു കദിബുൻ ഇതില്ലാത്തതാണെന്ന് ഓനെന്നറിയാം, എന്നിട്ടത് വേറാക്ക് പറഞ്ഞു കൊടുത്താൽ ഫഹു അഹദുൽ കാദിബൈൻ രണ്ട് കള്ളന്മാരിൽ ഒരാളാണിവൻ. കാരണം ഇവനോട് പറഞ്ഞ ആൾ നുണയൻ, ഇവ വേറെ പറഞ്ഞിട്ട് അവനും നുണയനായി മാറി. പറയാൻ നിൽക്കണ്ട. റവാഹു മുസ്ലിം വൻ അസ്മാ റളിയല്ലാഹു അൻഹാ അന്ന ഇംറഅത്തൻ ഖാലത്ത് ഒരു പെണ്ണ് പറഞ്ഞു യാ റസൂലല്ലാഹ് ഇന്ന ലീ ലറത്തൻ നബിയെ എനിക്കൊരു ചക്കുളത്തി ഉണ്ട്. ചക്കുളത്താണ് സെയില്. ഫാൽ അലയ്യ എൻ്റെ മേലുണ്ടോ നബിയേ ജുനാഹുൻ കുറ്റമുണ്ടോ നബിയേ. അപ്പോൾ അർത്ഥം സെയില്. ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്ക് മറ്റേ ഭാര്യ ചക്കുളത്തി, ആ ഭാര്യയ്ക്ക് ഈ ഭാര്യയും ചക്കുളത്തി. ഈ പെണ്ണ് ചോദിക്കുന്നത് ഇതാണ്, എനിക്ക് കുറ്റമുണ്ടോ ഇൻ തശബ്ബഅതു മിൻ സൗജി എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ വേറെ പള്ള നിറച്ച് കിട്ടിയതായിട്ട് പറഞ്ഞാൽ വൈറല്ലതി എഴുത്തീനി എന്ന് ഭർത്താവ് എനിക്ക് നൽകാത്ത ഒന്നിനെ കിട്ടിയതായിട്ട് ഞാൻ പറഞ്ഞാൽ വല്ല കുറ്റമുണ്ടോ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹു ബിമാ ലം യുഅത നൽകപ്പെടാത്തത് കൊണ്ട് വേറെ നിറച്ച് കാണിക്കുന്നവൻ, അത് ആ കിട്ടിയതായിട്ട് അഭിനയിക്കുന്നവൻ കലാബിസി സൗബൈ സൂർ കളവിൻ്റെ 2 വസ്ത്രം ധരിച്ചവനെ പോലെയാണ്. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ എന്ത് ചെയ്യണ്ട ഉള്ളത് പറഞ്ഞില്ല. ഇത് അപ്പം അപ്പുറത്തന്നെ എന്നെ പെരുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യം കേട്ടോ. അതാ കേട്ടോ അതിന് മാനൂപ്പരന് പറയുന്നുണ്ട് അൽ മുത്തശബ്ബിഉ ഈ മുത്തശബ്ബിഅതിൻ്റെ മായന അവൻ അല്ലത് യാതൊരുത്തനാണ് യുദ്ഹിറു ശിബാൻ പള്ള നിറഞ്ഞതായിട്ട് ഇങ്ങനെ വെളിവാക്കും. വലൈസ ബിശബ്ആന നോനെന്തല്ല പള്ള നിറഞ്ഞിട്ടില്ല. എന്നിട്ട് വെള്ളയിൽ കാറ്റിറച്ചിങ്ങാണ്ട് ഇങ്ങനെ പള്ളറിഞ്ഞാൽ കാട്ടി കൊടുക്കണ ആകാശ എന്ത് പറയല് മുത്തശബ്ബി എന്ന് പറയല്. ഇപ്പോൾ മയനാഹു ഹുന ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്നഹു യുദ്ഹിറു ഓൻ വേറാക്ക് പിന്നെ വെളിവാക്കി കൊട്ടി കൊടുക്കുക. അന്നഹു ഹസലഹു ഫളീലത്തുൻ ഓൻ എന്തോ ഒരു മഹത്വം ഉള്ളതായിട്ട് വലൈസത്ത് ഹസലത്തൻ എന്നാൽ അതോനത്തില്ല. ഓരില്ലാത്തൊരു മഹത്വം ഉള്ളതായിട്ട് കാണിക്കാം. ലാബിസി സൗബൈ സൂരിൻ എന്ന് പറഞ്ഞതിൻ്റെ മാന 2 കളവ് ദീ സൂരിൻ കളവുടേതാ 2 വസ്ത്രം ധരിച്ചവൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വഹുവല്ലദീ യുസവ്വിറു അലൻ നാസി ജനങ്ങളുടെ മേലിൽ കളവുണ്ടാക്കുന്നവൻ എന്നർത്ഥം. എങ്ങനെയത് പ്രപഞ്ചത്യാഗത്തിൻ്റെയോ അറിവിൻ്റെയോ അല്ലെങ്കിൽ സമ്പന്നതയുടെയോ ഒക്കെ വേഷം കൊണ്ട് എന്ത് ചെയ്യുക ഓനിങ്ങനെ വേഷം അണിയാം. ഓൻ സാധാരണക്കാരനാണ്, ആലിമിൻ്റെ വേഷം ധരിക്കുക. അല്ലെങ്കിൽ മുതലാളി അല്ല ഓൻ്റെ ഡ്രസ്സൊക്കെ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ VIP മോനായിട്ട് ഇങ്ങനെ തോന്നിച്ച. അതുപോലെ തന്നെ ഓന് ശരിക്കും മുതലോട് നല്ല പൂതിയുണ്ട്. ദുന്യാവിനോട് വേറല്ലാത്ത മാതിരി കീറിയ കുപ്പായും പൊട്ടി ചെരുപ്പിട്ട് ഇങ്ങനെ എന്തായി തോന്നിപ്പിക്കുക, ദുന്യാവിനോട് വേറല്ലാത്തവനായിട്ട് തോന്നിപ്പിക്കുക. അഖ്തറ ബിഹിൻ നാസു ഇവനെ കൊണ്ട് ജനങ്ങൾ ചതിപ്പെടാൻ വേണ്ടിക്കാണ്ട് മറ്റുള്ള കൊണ്ട് ഇങ്ങനെ കച്ചുപിടിച്ച് മുത്തുപോയി ഇത് കണ്ട് നല്ല മനുഷ്യനെ വിചാരിച്ചിക്കാണ്ട്. പിന്നെ അപ്പോൾ ലേസഹുബ ബിദിൽക്ക സിഫത്ത എന്നാൽ ഓൻ്റെ യഥാർത്ഥത്തിൽ ഓന് ഈ വിശേഷം കൊണ്ട് ഇല്ലതാനും. പിന്നെ വക്കീല വൈറു താലിക്ക പറയപ്പെട്ടിരുന്നൊന്നും അല്ലതിൻ്റെ ഉദ്ദേശം ഒന്നും പറയപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു ആലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ബയാനി ഖിലളി തഹരീമി ഷഹാദത്തി സൂരി കള്ളസാക്ഷി നിൽക്കുന്നതിൻ്റെ തഹരീം ഗൗരവമാണ്, കുറ്റം കുറച്ച് സ്ട്രോങ് ആണ് എന്ന് ബയാൻ ചെയ്യണ ബാബു. ഖാലല്ലാഹു തആല വജ്തനിബു ഖൗലസ്സൂർ. ഖാല തആല വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. കഴിഞ്ഞ ബാബിലുണ്ടായിന് ഈ ആയത്ത്. വഖാല തആല ഇമ്മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. വഖാല തആല ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നബിയെ തങ്ങളുടെ റബ്ബ് സർവ്വസമയവും അടിമൻ്റെ എല്ലാ ചലനവും നിശ്ചലനവും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ്. വഖാല തആല അല്ലാഹ് പറയാണ് വല്ലദീന ലാ യശ്ഹദൂന സൂർ ഇബാദുർ റഹ്മാനില്ലദീനാണ്. അള്ളാൻ്റെ യഥാർത്ഥ അടിയാറുകളെ പറ്റി അള്ളാഹ് ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു
വല്ലദീന ഒരു വിഭാഗവുമാണ് അവർ ലാ യശ്ഹദൂന സൂർ കള്ളസാക്ഷി ഒരു നിൽക്കൂലാർ. ശരി. وعن أبي بكرة رضي الله عنه أنه قال رسول الله صلى الله عليه وسلم ألا أنبئكم بأكبر الكبائر. വൻദോഷത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദോഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, ദേ അല്ലാഹുവിൻ്റെ റസൂലേ തങ്ങൾ പറഞ്ഞു തരണം. ഖാല തങ്ങൾ പറഞ്ഞു അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹ്ക്ക് തുല്യനുണ്ടെന്ന് വിശ്വസിക്കലാണ്. രണ്ടാമത്തെ ഉഖൂഖുൽ വാലിദൈനി, ഉമ്മാനും ഉപ്പാനെയും വെറുപ്പിക്കലാണ്. വക്കാന തങ്ങളായിരുന്നു മുത്തക്കിഅൻ, കൈ നിലത്ത് കുത്തിയിരിക്കുന്നവരായിരുന്നു. ഫജലസ തങ്ങൾ നേരെ ഇരുന്നു. ഫകാല തങ്ങൾ പറഞ്ഞു അലാ വഖൗലുസ്സൂർ, അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? കള്ളസാക്ഷി നിൽക്കലാണ്. ഒരട്ടം പറഞ്ഞു നിർത്തിയില്ല. റുഹാ തങ്ങൾ അലാവ കൗലുസൂർ അലാവ കൗലുസൂർ അലാവ കൗലുസൂർ അലാവ കൗലുസൂർ എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഹത്താക്കുല്ല, ഞങ്ങൾ മനസ്സിൽ ഞങ്ങൾ പറയുമാർ ലൈത്തഹു സകത്ത, തങ്ങളെന്ന് മൗനം പാലിച്ചിരുന്നു എത്ര നന്നായിരുന്നേനെ, ഇനി മതിയാക്കിയാൽ മതി ഇനിയും തോന്നി. അതിന് മാത്രം തങ്ങൾ ഇതന്നെ പറയാം, കള്ളസാക്ഷിക്കുക കള്ളസാക്ഷിക്കുക അങ്ങനെ ആവർത്തിക്കുക. മുത്തഫഖുൻ അലൈഹി. ബാബു തഹരീമി ലഅനി ഇൻസാനിൻ ബി ഐനിഹി, ഒരു മനുഷ്യനെ നിർണിതമാക്കിക്കൊണ്ട് ലഅനത്ത് ചെല്ലൽ ഹറാമാണെന്ന് പറയുന്ന ബാബ്. ഔ ദാബത്തിൻ, അല്ലെങ്കിൽ മൃഗത്തിനൊക്കെ. വഅൻ അബീ സൈദിൻ സാബിത് ഇബ്നിൽ ലഹാഖിൽ അൻസാരി റളിയല്ലാഹു അൻഹു വഹുവ മിൻ അഹ്ലി ബൈഅത്തി റിദ്വാൻ. ഖുർആനിൽ റിദ്വാൻ പറഞ്ഞ ബൈഅത്ത് റിദ്വാൻ്റെ ആൾക്കാരുണ്ടല്ലോ, കൈയൊടിച്ച് മുത്തനബിൻ്റെ ബൈഅത്ത് ചെയ്ത് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ കാല പറയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹലഫ, ആരെങ്കിലും സത്യം ചെയ്താൽ അലാ യമീനിൻ, ഒരു സത്യത്തിൻ്റെ മേലിൽ എന്ന് വെച്ചാൽ സത്യം ചെയ്താൽ മില്ലത്തിൻ ഗൈരിൽ ഇസ്ലാം, ഇസ്ലാം അല്ലാതൊരു മില്ലത്ത് കൊണ്ട്, കാദിബനോ കള പറഞ്ഞാണ്, മുത്തഅമ്മിദൻ, പക്ഷെ മനഃപൂർവ്വം പറഞ്ഞത് അള്ളാഹുവാണ് സത്യം, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞതിനെങ്ങായി. എന്നാൽ ഫഹുവ കമാ കാല, നവൻ പറഞ്ഞ അതിൽ തന്നെയാണ്. പറഞ്ഞത് തമാസക്ക് പറഞ്ഞൊക്കെയാണെങ്കിലും അങ്ങനെ തന്നെയായി. ഒമങ്കത്തൽ നഫ്സഹു, ആരെങ്കിലും സ്വന്തം ശരീരത്തിനെ കൊന്നു കളഞ്ഞാൽ വിഷയിനൊരു ഷെയ് കൊണ്ട് തൂങ്ങിച്ചാകുക, വിഷം കുടിക്കുക, ഞരമ്പ് മുറിച്ച് അതൊക്കെ ചെയ്താലോ ബിഹി, അതേ ഇടങ്ങേറ് കൊണ്ടോ അവനെ ശിക്ഷിക്കപ്പെടുന്നതാണ് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. നരകത്തിൽ പോകാൻ എന്താണ്? തൂങ്ങിച്ചാകുന്നവനാണ് തൂങ്ങിച്ചാകുന്നേക്കാരം പണി. ഒരു മനുഷ്യനിക്കും നേർച്ച വീട്ടൽ കടമയില്ല ഓൻ ഉടമയാക്കാത്തതിൽ. ഓൻ വയ്ക്കാത്തൊരു കാര്യം നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ നേർച്ചയാവില്ല. 10 മിനിറ്റ് കൊണ്ട് ഞാൻ മക്കത്ത് പോകാൻ നേർച്ചയാക്കി പറഞ്ഞാൽ ഓനെന്തോ ചെയ്യില്ല, കടമല്ല. കാരണം അവന് കഴിയൂലല്ലേ. ലായുൽ മോമിനി, ഒരു മോമിനെ ശപിക്കുക എന്ന് പറഞ്ഞത് കത്ലിഹി, ഇവനെ കൊല്ലുന്നത് പോലെയാണ്. മുത്തഫഖുൻ അലൈഹി. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, റസൂൽ പറഞ്ഞു ലാ യംബഗി ലിസിദ്ദീഖിൻ, സിദ്ദീഖ് എന്ന പദവിയിലെത്തിയ ഒരു മനുഷ്യനിക്ക് അനുയോജ്യമല്ല അയ്യക്കൂന ലഅാനൻ, അവൻ ഒരു ശപിക്കുന്നവനാകുക എന്നത്. റവാഹു മുസ്ലിം. പിന്നെ وعن أبي الدرداء رضي الله عنه أنه قال رسول الله صلى الله عليه وسلم لا يكون اللعانون شفعاء, ലഅനത്ത് ചെല്ലുന്ന ആളുകളുണ്ടല്ലോ, അവർ അള്ളാഹുവിൻ്റെ കോടതി ചെല്ലുമ്പോൾ ഷഫാഅത്തിന് അർഹതയുള്ളവരാവൂല. വലാ ശുഹദാ യൗമൽ ഖിയാമ, അവർ ഷഹീദുമാകൂല അന്ത്യനാളിൽ. റവാഹു മുസ്ലിം. ലഅനത്തിൻ്റെ വാക്ക് തൊള്ളയിൽ വരുന്ന എല്ലാം കരുതണം. وعن سمرة بن جندب رضي الله عنه أنه قال رسول الله صلى الله عليه وسلم ولا تلعنوا بلعنة الله, ലഅനത്തുല്ലാഹി കൊണ്ട് നിങ്ങൾ ഒരാൾ അങ്ങുമിങ്ങു ലഅനത്ത് ചെല്ലരുതേ. വലാ ബിഗളബിഹി, അള്ളാഹിൻ്റെ ഗളബ് എനിക്കുണ്ടാകട്ടെ എന്നും ലഅനത്തിൻ്റെ വാക്ക് പറയരുതേ. വലാ ബിന്നാർ, നരകത്ത് കിടക്കട്ടെ എന്നുള്ള ലഅനത്തിൻ്റെ വാക്കും പറയാതിരിക്കട്ടെ. ചങ്ങയിച്ച് നരകത്ത് കിടക്കട്ടെ അറിയാം, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഗളബ് എനിക്കുണ്ടാകട്ടെ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ അള്ളാഹിൻ്റെ സ്വർഗത്തിന് എനിക്ക് കിട്ടാതെ കെട്ടെ എന്നൊക്കെ പറയാം. ആചാര്യ വർത്താനം എന്താ ചെയ്തിട്ട് പറയരുത്. പിന്നെ തുർമുദി വക്കാല, തുർമുദിയും അബൂദാവൂദും പറഞ്ഞു ഹദീസുൻ ഹസനുൻ സ്വഹീഹ്.
വൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ മുഅ്മിനു ബിത്ത്അൻ, യഥാർത്ഥ സത്യവിശ്വാസി മറ്റൊരാളെ കുത്തിച്ചൂലാൻ പോവൂല, വലൽ ലഅനി, അതുപോലെ തന്നെ ശപിക്കാനും പോവൂല, വലൽ ഫാഹിഷി, നാവ് കൊണ്ട് കഷ്ടത്തരമായതും പറയൂല, വലൽ ബദീ, താന്ന വർത്താനം പറയുന്നവനും ആകൂല. റവാഹു തുർമുദിയു. വേറൊരാളെ കുറ്റം പറഞ്ഞതിനാണ് അങ്ങനെ അറിയാം. കാല ഹദീസ് നസർ. വൻ അബി ദർദാ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ, നിശ്ചയമായിട്ടും ഒരു അടിമ, ഇദാ ലഅന ഷൈഅൻ, ഒരു ഷൈഅനെങ്ങാനും ലഅനത്ത് ചൊല്ലിയാൽ, സഅദത്തിൽ ലഅനത്തു ഇലസ്സമായി, ഓൻ ചൊല്ലിയ ലഅനത്ത് മോൾ ഭാഗത്തേക്ക് ഉയർന്നു പോകും. ഫതുഗ്ലഖു അബ്വാബുസ്സമാഇ ദൂനഹാ, അതിൻ്റെ ഇപ്പുറം വെച്ച് ആകാശത്തിൻ്റെ കവാടങ്ങൾ അതാ പൂട്ടപ്പെടുകയാണ്. തുമ്മ തഹ്ബിതു, പിന്നെ ശാപം താഴേക്ക് ഇറങ്ങും, ഇലൽ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് തന്നെ താന്നു വരും. ഭൂമിയെ തൊട്ടും അതിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടും. യമീനം വശിമാല, പിന്നെ അത് വലത്തോട്ടും ഇടത്തോട്ടും പിടികൂടാൻ തുടങ്ങും. മേലോട്ട് പോയി നോക്കുമ്പം അങ്ങോട്ട് കടത്തൂല, താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇങ്ങോട്ടും വരൂല, ഇടത്തോട്ടും വലത്തോട്ടും കടന്ന് മറിയും. ഫൈദാലം തജിദ് മസാഹൻ, അതിനിക്ക് ഒരു പ്രവേശന സ്ഥലം എത്തിച്ചില്ലെങ്കിൽ, റജാത്തിലല്ലതി ലേനത്താരാണോ ചെല്ലിയത് എങ്കിൽ അവനിലേക്ക് തന്നെ തിരിച്ചു വരും. ഫൈൻഖാൻ അഹ്ലല്ലിദാലിക അല്ല ലുഈന നോക്കണ്ടേ, റജാത്തിലല്ലതി ലുഈന, ശപിക്കപ്പെട്ടവനിലേക്ക് മടങ്ങും. ഫൈൻഖാൻ അഹ്ലല്ലിദാലിക, ആ ആള് ആ ലേനത്ത് ചെല്ലപ്പെടാൻ അർഹനാണെങ്കിൽ അവനിലേക്ക് പോകും. ഫൈല്ല, അല്ലെങ്കിലോ റജാത്തിലാക്കായിഹ, ലേനത്തിൻ്റെ വാക്ക് പറഞ്ഞവനിലേക്ക് മടങ്ങി വരും. റവാഹു അബൂ ദാവൂദ. وعن عمران بن الحسين رضي الله عنهما أنه قال بينما نحن رسول الله صلى الله عليه وسلم في بعض أسفاره, നബി തങ്ങൾ അവിടുത്തെ ഏതോ ഒരു യാത്രയിലായിരിക്കെ, വംറാത്തും മിനൽ അൻസാരി, അൻസാരികളെപ്പെട്ട ഒരു പെണ്ണ്, അലാനാക്കത്തിൻ, ഒരു ഒട്ടകത്തിൻ്റെ പുറത്താണ്. ഫലജിറത്ത്, അപ്പോൾ അവൾക്ക് ആ മൃഗം ചടച്ചോ. ഫലാനത്ത് ഹാ, അപ്പോൾ ആ മൃഗത്തെ അവളങ്ങ് ശപിച്ചു. സമയതാലിക്ക, ഈ പെണ്ണ് ശപിക്കുന്ന ശബ്ദം കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള കേട്ടു. അപ്പോൾ കാല, തങ്ങൾ പറഞ്ഞു, ഹുദൂമാ അലൈഹ, അതിൻ്റെ മേലുള്ളതായിരിക്കുന്ന ഒന്ന് നിങ്ങൾ എടുത്തോളൂ. വദഊഹ, ഒട്ടകത്തെ ഒഴിച്ചിട്ടളീയർ, ഞാൻ ഒട്ടകത്തെ മാണ്ട വെക്കുക, നമ്മളെ കൂട്ടത്തിലായി ശപിക്കപ്പെട്ട ഒട്ടകം നമ്മളെ കൂട്ടത്തിൽ വേണ്ട, ഇമ്മുള്ള കൂടരകട ഇറക്കികൾ തെളിയാണ്. മൽഊന, അത് ശപിക്കപ്പെട്ടതായ ഒട്ടകമാണ്. കാല ഇമ്രാൻ പറയാണ്, ഇപ്പോൾ ചെയ്യുന്ന ആളാണ് റിപ്പോർട്ടർ പറയാണ്, കാന്നി അറാഹ അൽ ആന തംശീ ഫിന്നാസ്, ആ കാന്നി ഞാനായതുപോലെ, അറാഹ അല്ലാന, ഇന്ന് ഞാൻ ഒട്ടത്തെ കാണുന്നവനെ പോലെ, തംഷി ഫിന്നാസി, ജനങ്ങളിൽ അതിങ്ങനെ നടക്കും. മായാരുദുലഹാഹദുൻ, ഒരാളും അതിനെ കൊള്ള വെളിവാകൂല. റവാഹു മുസ്ലിം. وعن أبي برزة نضلة بن عبيد الأسلمي رضي الله عنه أنه قال بينما جارية, ഒരു യുവതിയായ പെണ്ണ്, അലനാക്കത്തിൻ, ഒരു പെണ്ണൊട്ടകത്തിൻ്റെ മേലിലാകുമ്പോൾ, അലിഹ, ആ ഒട്ടകത്തിൻ്റെ മേലിലുണ്ടായിരുന്നു, ബഅദു മത്തായിൽ ഖൗമി, സഹാബത്തിൻ്റെ ചരക്കിൽ നിന്ന് ചില കുറച്ചൊക്കെ. ഇത് ആ സമയത്ത് ബസറത്ത് ബിൻ നബി, നബിയെ ആ പെണ്ണ് കണ്ടു. അപ്പോൾ തലായക ബിഹിമുൽ ജബലു, മുത്തനബിൻ്റെ കൂടെയുള്ള സംഘത്തിനെ കൊണ്ട് പർവ്വതം ഇടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാലാത്ത്, ആ പാപ്പ പണ്ട് പറഞ്ഞു, ഹെൽ അല്ലാഹുമ്മ നോക്ക്, അള്ളാഹു ഈ ഒട്ടകത്തെ ശപിക്കട്ടെ, ശനേനത്തിൻ്റെ അപ്പോൾ കാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുസാഹിബിനാ നാഖത്തുൻ, ഒരു ഒട്ടകം നമ്മളൊപ്പം പോരണ്ട, അലൈഹ ലാനത്തുൻ, ആ പെണ്ണിൻ്റെ മേൽ, ആ ഒട്ടകത്തിൻ്റെ മേൽ ശാപമുണ്ട്, അങ്ങനത്തെ ഒട്ടകം നമ്മളൊപ്പം പോരണ്ട. റവാഹു മുസ്ലിം. കൗലുഹു ഹൽ, യുവത്തിൽ ഹായിൽ മുഹമ്മലത്തി ഇസ്കാനില്ലാമി, ലാമിന് സുക്കൂനും പുള്ളില്ലാത്ത ഹായിന് പത്തോണ്ട് ഹൽ എന്ന് വായിക്കണം. പോയി കരുമത്തുല്ലി സജിരി ലിബിരി, ഒട്ടകത്തെ പെരക്കാനുള്ളൊരു വാക്കാണെന്ത് ഹൽ എന്ന് പറഞ്ഞത്. ഏലന്നി അറിയണം അന്ന ഹാദല്ല ദീസാനിശമാടി ഹദീസ് ഇസ്തഷ്കലു മാനാഹു, എന്താണ് ഇതിൻ്റെ മാനാന്ന് ചിലർക്ക് സംശയം വരലുണ്ട്. പല ഇഷ്കാല ഫിഹി, യഥാർത്ഥത്തിൽ ഇവിടെ ഇഷ്കാലൊന്നുമില്ല.
ബലെങ്കിലും അൽ മുറാദു അൻ നഹിയു അൻ തുസാഹിബഹും തിൽക്കന്നാക്കത്തോ, ആ സ്വഹാബത്തിൻ്റെ ഒപ്പം ആ ഒട്ടകം സഹവസിക്കലിനുള്ള വിലക്കാണ് ഉദ്ദേശിക്കുന്നത്. ഒരൈസഫീഹിം നഹീൻ ബൈഇഹ വദബീഹ റുകൂബിഹ, അല്ലാതെ ഒട്ടകത്തെ വിൽക്കരുത് എന്നോ അറക്കരുത് എന്നോ അതിൻ്റെ റുകൂബിഹ വാനം കയറരുത് ബി ഗൈരി സുഹബത്തിൻ നബി, മുത്തനബിൻ്റെ സുഹബത്ത് ഇല്ലാത്തടത്ത് വാനം കയറരുത് എന്നോ ഒന്നും അതിൽ ഹിന്ദിയിലെ ഹദീസിൽ ഇല്ല. ഈ ഹദീസിൽ ആകെ ബന്ധേ ഉള്ളൂ. പിന്നെ പിന്നെ ആ നാക്കത്തിൽ ഈ ഞാനും സഹാബത്തുള്ള ഈ സംഘത്തിൽ പോരണ്ടാന്നേ അതിനർത്ഥമുള്ളൂ. കൊല്ലുതാലിക്ക എല്ലാ ഒട്ടകവും കൊല്ലുതാലിക്ക ഈ പറഞ്ഞതും ഒമാസിവാഹോ ഈ പറഞ്ഞ അല്ലാത്തതും പിന്നെ തസറുഫാത്തി ക്രയവിക്രയങ്ങളിൽ ഇതല്ലാത്തതും ഒക്കെയും ജായിസുൻ ഒരു ജാതു അനുവദനീയമാണ്. എല്ലാ മന്നമിന്നു അതിനെ തൊട്ട് യാതൊരു തടവുമില്ല. അർത്ഥം കാണ്ട് ഉദയത്തിറക്കണതിനൊന്നും എന്തില്ല, തിന്നുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ പിന്നെ ഇല്ലാമി മുസാഹിബത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാ, എന്തിനല്ലാ തടവില്ല, അതിനോട് മുത്തനബി സഹവസിക്കലിനെ തൊട്ട് അല്ലാതെ വേറൊന്നുമില്ല, എൻ്റെ ഒപ്പം പോരണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ലിയന്നഹാദി തസറുഫാത്തി കുല്ലഹ, കാരണം ഈ ക്രയവിക്രയങ്ങളെല്ലാം കാനത്ത് ജായിസത്തൻ അത് അനുവദനീയമായിരുന്നു. ഫൗനിയ ബഅ്ദുമിന്ന അതിലും ചില മാത്രം രംഗപ്പെട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ വക്കീൽ ബാക്കി അലാമാക്കാന ബാക്കിയുള്ള തസറുഫാത്ത് അങ്ങനെ തന്നെ ഉണ്ട്, എൻ്റെ കൂടെ പോരണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളതിനും തടവൊന്നുമില്ല. വല്ലാഹു ആലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ജവാസി ലഅനി ബഅദി അസ്ഹാബിൽ മഅസി, ചില ദോഷികളെ ലാനത്ത് ചെല്ലാൻ പറ്റും. വൈരിൽ മുഅയ്യനീന നിർണിതമാക്കപ്പെട്ടവരല്ലാതെ, ആളെ പറയാതെ ഇന്നാളെ തെറ്റുകാർ ശപിക്കപ്പെട്ടവരാകട്ടെ അങ്ങനെയൊക്കെ പറയാൻ പറ്റും എന്ന് പറയണ ബാബ്. ഖാലല്ലാഹു തആല അലാ ലഅനത്തുല്ലാഹി അലല്ലാലിമീൻ. കേട്ടോ, ആളെ പറയില്ല, ളുൽമ ആരൊക്കെ ചെയ്തണോ ഓല മേലൊക്കെ അള്ളാഹുവിൻ്റെ ആട്ടെ കേട്ടോ. ഈ വഖാല തആല ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും അൻ ലഅനത്തുല്ലാഹി അലല്ലാലിമീൻ, അവർക്കിടയിൽ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആൾ വിളിച്ചു പറഞ്ഞു, എന്ത് അൻ നിശ്ചയമായും കാര്യം ലഅനത്തുല്ലാഹി അലല്ലാലിമീൻ. കേട്ടോ, അലല്ലാലിമീനെ പറഞ്ഞുള്ളൂ, ആളെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സബത്ത ബി സ്വഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിശ്ചയം റസൂലുള്ള പറയാണ്, ലാനല്ലാഹുൽ വാസിലത്ത, മുടി ഒട്ടിക്കുന്ന പെണ്ണിനെ അള്ളാഹു ലാനത്ത് ചെയ്തിട്ടുണ്ട്. വൽ മുസ്തൗസിലത്ത, അത് ആവശ്യപ്പെടുന്നവളെയും. അതുപോലെ തന്നെ അന്നഹു ഖാല, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ലാനല്ലാഹു ആക്കില റിബ, റിബ അനുഭവിക്കുന്നവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അന്നഹു ലാനൽ മുസവ്വിരീന, അതുപോലെ തന്നെ ജീവികളുടെ ചിത്രമുണ്ടാക്കുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സഹീഹ് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. അന്നഹു ഖാല, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർളി, ഭൂമിൻ്റെ അതിര് മാറ്റി സ്ഥാപിക്കുന്നവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ട്. ഐ ഹുദൂദഹ, അങ്ങനെ അതിരുണ്ടാവില്ല, നമ്മളിങ്ങനെ അതിര് ഭൂമിക്ക് അതിരക്കൂലേ, അപ്പോൾ എന്താക്കി ഇതിലുള്ള അതിരപ്പുറത്തോട് ആക്കി വെച്ചു. വന്നഹു ഖാല, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹു സാരിക യസ്രികുൽ ബൈള, മോഷ്ടാവിനെ അള്ളാഹു ശപിക്കട്ടെ, ഓൻ ബൈലത്തിനെ മോഷ്ടിച്ചു. അത് മുട്ട എന്ന് പറഞ്ഞാൽ ഈ കോഴിമുട്ട പോലത്തെ മുട്ട അങ്ങനെയാകാം, അല്ല യുദ്ധത്തിൽ ധരിക്കുന്ന പടത്തൊപ്പില്ലേ, അതും ആകാം. പിന്നെ വന്നൗക്കാല, റസൂലുള്ള പറഞ്ഞിട്ട്, ലഅനല്ലാഹുമൻ ലഅന വാലിദൈഹി, മാതാപിതാക്കളെ ശപിച്ചവൻ അള്ളാഹു ശപിക്കട്ടെ. ലഅനല്ലാഹുമൻ ദബഹ ഗൈരില്ലാഹി, അള്ളാഹു ശപിച്ചിട്ടുണ്ട് ആരെ, അല്ലല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവനെ. പിന്നെ വന്നഹു ഖാല മൻ അഹദത ഫീഹാ ഹദസൻ ഔ ആവാ മുഹദിസൻ, മൻ അഹദത ഫീഹാ, മദീനയിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ, ഹദസൻ ഒരു തെറ്റിന്, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവനിക്ക് അതിനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുത്താൽ, അവനിക്ക് അണച്ചുകൂട്ടിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അള്ളാഹിൻ്റെ മലക്കുകളുടെയും സർവ്വജനങ്ങളുടെയും ശാപം ഉണ്ടാവട്ടെ. വന്നഹു ഖാല, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ അൽഅൻ റഇല, അല്ലാഹുവേ റഈൽ ഗോത്രത്തെയും ദക്വാൻ ഗോത്രത്തെയും ഉസയ്യ ഗോത്രത്തെയും ഒക്കെ എന്ത് ചെയ്യട്ടെ, അള്ളാഹു ശപിക്കട്ടെ. അസൗ അല്ലാഹ വ റസൂലഹു, അള്ളാഹു റസൂലും ആ ഗോത്രക്കാർ തെറ്റ് ചെയ്തു. ആദി
ഈ മൂന്നെണ്ണവും സലാസു കബായിർ മിനൽ അറബി, അറബികളിൽപ്പെട്ട 3 ഗോത്രങ്ങളാണത്. അങ്ങനെ വന്നഹു നിശ്ചയമായിട്ടും റസൂലുള്ള കാല റസൂലുള്ള പറഞ്ഞു ലാനല്ലാഹുൽ യഹൂദ, ജൂതന്മാരല്ലാഹു ലാനത്ത് ചെയ്യട്ടെ, ഇത്തഹദു ഖുബൂർ അംബിയാഇഹി മസാജിദ, അംബിയാക്കളുടെ ഖബറുകളെ അവർ പള്ളികളാക്കി മാറ്റി. വന്നഹു ലാനൽ മുസബ്ബിഹീന മിനൽ റിജാലി ബിൻ നിസാ, ആണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് സ്ത്രീകളോട് കോലം കെട്ടുന്നവരെയും ഒരു മുത്തസബ്ബിഹാത്ത് മിനൻ നിസാഇ മിനൽ റിജാൽ, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആണുങ്ങളോട് കോലം കെട്ടുന്നവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ജമീഉ ഹാദിഹിൽ അൽഫാദി ഫി സ്വഹീഹി, ഈ ലഫ്ദുകളൊക്കെ സ്വഹീഹിൽ വന്നതാണ്. ബഅ്ലുഹാ ഫി സ്വഹീഹിൽ ബുഖാരിയും മുസ്ലിം, ചിലതൊക്കെ സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉണ്ട്. അപ്പോൾ ബഅ്ലുഹാ ഫി അഹദിഹിമാ, ചിലത് ബുഖാരി മുസ്ലിം ഏതെങ്കിലും ചിലതിലുണ്ട്, ചിലത് രണ്ടിലുണ്ട്, ചിലതിലുണ്ട്. വഇന്നമാ കസത്തുൽ ഇഖ്തിസാറ ബിൽ ഇശാറത്തി ഇലൈഹ, ഈ ഇന്നമാ കസത്ത് ഉദ്ദേശിച്ച ഇഖ്തിസാറ, കിതാബ് ചെറുതാക്കാൻ ഉദ്ദേശിച്ചതാണ്. ബിഷാറത്തി ഇലൈഹയിലേക്ക് സിഗ്നൽ കൊടുത്തുകാണ്ട് കിതാബ് ചെറുതാക്കാൻ ഉദ്ദേശിച്ച് ഹദീസൊക്കെ പാട് എഴുതുകയാണെങ്കിലേ കിതാബ് നീണ്ടുപോകും. റുവിയാൻ അബി ഹുറൈറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതിണ്ടാക്കുമ്പോക്കേ വസാദുക്കുർ മുഅല്ലമഹ, അതിൽ നിന്ന് മിക്കവും ഞാൻ പറയും ഫി അബ്വാബിഹ, അതാതിൻ്റെ ബാബിൽ തന്നെ പറയും. ഈ ഫോട്ടോ എടുക്കുന്ന ബാബിൽ പറയും, ആ ഹദീസാടെ പറയും. അങ്ങനെ ഓരോന്നിനും ബാബിൽ പറയും മിക്കവാറും. മിൻ ഹാദിൽ കിതാബ്, ഇതേ കിതാബിൽ തന്നെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഹരീമി സബ്ബിൽ മുസ്ലിമി ബിഗൈരി ഹഖ്ഖിൻ, ഒരവകാശവുമില്ലാതെ മുസ്ലിമിനെ ചീത്ത വിളിക്കൽ ഹറാമാണെന്ന് പറയുന്ന ബാബ്. ഖാല അല്ലാഹു തആല വല്ലദീന യുഊദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബൂ, എന്തെങ്കിലും പറഞ്ഞുകാണ്ട് സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും വിഷമിപ്പിക്കുന്നവർ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇസ്മൻ മുബീനാ, അവർ ചുമക്കുന്നത് ബുഹ്താനിൽ കളവിനെയും വണ്ണമായ പാപത്തിനെയുമാണ്. عن ابن مسعود رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم سباب المسلم, മുസ്ലിമിനെ ചീത്ത വിളിക്കൽ ഫുസൂഖുൻ, തമ്മാടിത്തമാണ്. വഖിതാലുഹു, അവനെതിരെ യുദ്ധം നയിക്കുക എന്നത് കുഫറുമാണ്. തഫഖുൻ അലൈഹി. وعن أبي ذر رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول لا يرمي رجل رجلا بالفسق بالكفر, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കുഫർ ഫിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ തമ്മാടിത്തം കൊണ്ടോ ആരോപിക്കുകയില്ല. ഇല്ലർത്തദ്ദത്ത് അലൈഹി, ആരോപിച്ച കാര്യം ഇവൻ്റെ മേലിൽ തിരിച്ചടിച്ചിട്ടല്ലാതെ. ഇല്ലം യകുൻ സാഹിബുഹു കദാലിക, ആരെയാണോ ആ തെറ്റിലേക്ക് വീഴ്ത്തി തള്ളിയതെങ്കിൽ ആ ആള് അപ്രകാരം ആയിട്ടില്ലെങ്കിൽ ഇവൻ്റെ മേത്തേക്ക് അത് തിരിച്ചടിക്കും. മുസ്ലിമായ മനുഷ്യനെ കാഫർ അല്ലാത്ത ഒരാളെ കാഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ കാഫർ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞോ എന്താവും, കാഫിറാവും. ഓൻ തമ്മാടിയെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഓൻ കമ്മാടി അല്ലെങ്കിൽ ഇവനെ പറഞ്ഞോ തമ്മാടിയാവും. റവാഹുൽ ബുഖാരി. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, رسول الله പറയാണ് അൽ മുതസാബാനി, അങ്ങും ഇങ്ങും ചീത്ത വിളിക്കുന്ന രണ്ടാളുകൾ, മാ കാല, അവർ രണ്ടുപേരും പറഞ്ഞതിൻ്റെ തെറ്റാകുന്നത്, ഫാലൽ ബാദി മിൻഹുമാ, രണ്ടിൽ നിന്ന് ആരാണോ തുടങ്ങി വെച്ചത് അതിൻ്റെ മേലിലാണ്. ശരിയല്ലേ? ആരാണോ ആദ്യം തുടങ്ങി വെച്ചാൽ ഓനാണ് കുറ്റം. ഹത്തായത്തതിയൽ മദലൂമ് അതിരിട്ടടക്കുന്നത് വരെ. ഒരാൾ ലാലിവരെ മദലൂമാണ് ഈ കാരം. ആരാണോ തുടങ്ങി വെച്ചാൽ ഓ ലാലിമും, ആരെ പറ്റിയാണോ പുറത്ത് പറഞ്ഞെങ്കിലോ മദലൂമാണ് ഈ കാരം. പക്ഷെ മദലൂം എന്താ അറിയോ, ഒരു നായികയാണ് പറഞ്ഞപ്പോൾ ഡബിൾ നായി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റോ എന്തായി, പിന്നെന്തായി പോയി, ളുൽമ ചെയ്തവനായില്ലേ. അപ്പം മദലൂം അതിരിട്ടടന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റവന് ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. റവാഹു മുസ്ലിം. വഅൻഹു അന്നഹു ഖാല ഉതിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറജുലിൻ, മുത്തനബിയുടെ ഹദറത്തിൽ ഒരു ആളെ കൊണ്ടുവരപ്പെട്ടു. അത് ശരി, ബാല തണ്ണിയടിച്ചു. തണ്ണിയടിച്ച ചങ്ങായിനെ മുത്തനബിയുടെ ഹദറത്ത് കൊണ്ടുവരപ്പെട്ടു. കാലാ തങ്ങൾ പറഞ്ഞു ഇതിരിബൂഹു, എല്ലാവരും കൊടുത്തുകൂടി അടിയായിരുന്നു. 40 അടി അടിച്ചാനുള്ള ചാൻസ് ഉണ്ടല്ലോ. എല്ലാവരും വട്ടത്ത് കൂടി നിന്നാണ് അടിച്ചുകൂടി തന്നെയായിരുന്നു.
കാല അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമിന്ന ഞങ്ങളെ സഹാബാക്കളെ കൂട്ടത്തിലുണ്ട് അല്ലാരിബു ബിയദിഹി കൈ കൊണ്ട് പൂസുന്നവരുണ്ട്, വല്ലാരിബു ബിനാലി ചെരുപ്പ് കൊണ്ടടിക്കുന്നവരുണ്ട്, വല്ലാരിബു സൗബിഹി ഡ്രസ്സ് കൊണ്ടടിക്കുന്നവരുണ്ട്. പലരും പലതുകൊണ്ട് അതിൽ അവനെ കൈ കിട്ടിയോണ്ട് അവനാ തല്ല് തന്നെ. ചെരുപ്പ് കിട്ടിയോ ചെരുപ്പ് കൊണ്ട്, തോർത്തുമുണ്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ അടിച്ച് തന്നെ 40 അടി അടിച്ചാൽ ചാൻസ് കിട്ടും മൊത്തം. അങ്ങനെ ഫലമ്മൻ സറഫ അടി കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ കാലബാദുൽ കൗമി സഹാബത്തിൽപ്പെട്ടവർ ഒരാൾ പറഞ്ഞു, അഹ്സാക്കല്ലാ അള്ളാഹു നിന്നെ നിന്ദ്യനാക്കട്ടെ, ഹസീലാക്കട്ടെ. കാല റസൂൽ പറഞ്ഞു, ലാ തഖൂലു ഹാദാ വാക്ക് പറയരുത്, ലാ തുഈനു അലൈഹി ശൈത്താൻ, ലാ തുഈനു അലൈഹി ശൈത്താൻ അവൻ്റെ പേരിൽ പിശാചിനിക്ക് നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കല്ലേ. ഒരാൾ ആ വാക്ക് പറഞ്ഞോട് ചെയ്താൻ പിശാചിന് അതെന്തൊരു അങ്ങനെ പറയാണ്ട് ഓനൊരു ഇങ്ങൊരു വെറുതെ ഏതൊരു ഏണി വെച്ചുകൊടുക്കല്ലേ. റവാഹുൽ ബുഖാരി. സംഗതി ഓൻ ചെയ്ത് തെറ്റ് ചെയ്ത് ഓൻ്റെ കൽബിൽ ഖേദമുണ്ടായേക്കാം, ഓൻ ഉള്ളേറ്റേക്കോട്ടെ, നമ്മളെന്ത് ചെയ്യാൻ നിൽക്കേണ്ട. ആയാതി ലാ പിന്നെ ഈയാതി ദുആ ലാ എന്ത് പറയണ്ട, ഹസാക്കല്ലാഹു പോലത്തെ വാക്ക് പറയാൻ നിൽക്കണ്ട. റവാഹുൽ ബുഖാരി. പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും തൻ്റെ കീഴിലുള്ള അടിമയെ ആരോപണം നടത്തിയാൽ, ബിസിന വ്യഭിചാരം കൊണ്ട് ആരോപണം നടത്തിയാൽ, യുഖാമു അലൈഹിൽ ഹദ്ദു ഈ പറഞ്ഞ യജമാനന്റെ മേൽ ഹദ്ദടിക്കപ്പെടും യൗമൽ ഖിയാമ അന്ത്യനാളില്. അടിമനെ പൊരിച്ചായാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിൻ്റെ പേരിൽ വ്യഭിചാരാരോപണത്തിൻ്റെ അടി എവിടുന്ന് കിട്ടും? നാളെ മസറിയിൽ നിന്ന് ഈ പറഞ്ഞ മുതലാളിക്ക് കിട്ടും. ഇല്ലായക്കൂന കമാക്കാല ഈ അടിമയും ഈ യജമാനം പറഞ്ഞ അതേ പോലെയാണെങ്കിലും മുത്തഫഖുൻ അലൈഹി. ബാബു തഹരീമി സബ്ബിൽ അംവാതി ബിഗൈരി ഹഖ്ഖിൻ. ബാബു തഹരീമി സബ്ബിൽ അംവാതി മരിച്ചവരെ ചീത്ത വിളിക്കൽ ഹറാമാണെന്ന് വരണ ബാബ്. ബിഗൈരി ഹഖ്ഖിൻ അവകാശമില്ലാതെ, മസ്ലഹത്തിൻ ശറഅത്തിൻ ശറയ്യാതായിരിക്കും നന്മയും കൂടാതെ. ശറയ്യ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അവകാശം ഉണ്ടെങ്കിലും പറയാം, അല്ലാതെ മരിച്ചോലെ പറ്റിഞ്ഞൊന്നും പറയരുത്. തഹദീറു എന്താ ശറയ്യ നന്മാരെന്താ അറിയോ? തഹദീറു മറ്റു ജനങ്ങളെ പേടിപ്പിക്കലാണ്, അകറ്റി നിർത്തലാണ്. മിനൽ ഇഖ്തിദാഇ ബിഹി ഇവനോട് തുടരലിനെ തൊട്ട്, ഫി വിദാത്തിഹി വ ഫിസ്ഖിഹി ഇവൻ്റെ പുത്തൻ വിശ്വാസത്തിലും ഇവൻ്റെ തമ്മാടിത്തരത്തിലും ഇവൻ അവിദാരിക്ക പോലത്തതിലൊക്കെ ഓനോട് ആളുകൾ തുടരലിനെ തൊട്ട് ജനങ്ങളെ പിന്തിരിപ്പിക്കാനും ഭയപ്പെടുത്താനും വാട്ടിങ്ങാണ്ട് പറയാം. ആ ചങ്ങായി ആൾ മോശമായിട്ടോ. പിന്നെ ഇബ്നു തൈമിയയെ പറ്റി ഇമാമിങ്ങളൊക്കെ പറഞ്ഞു, റജുലുൻ അളല്ലഹുല്ലാഹു അള്ള പയപ്പിച്ചൊരു മനുഷ്യനാണ് കേട്ടോ അയാൾ എന്ന് പറഞ്ഞു. ഇതിന് വേണ്ടിയിട്ട് അയാളെ പിൽക്കാലത്തുള്ള നമ്മളൊന്ന് പെടാതെക്കാൻ വേണ്ടിങ്ങാണ്ട്. പിന്നെ വഫീഹി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടല്ലോ ആയത്ത് വന്നിട്ടുണ്ട്. വല്ല ഹദീസു സാബിഖത്തു ഫിൽ വാബി ഖബ്ലഹു മുമ്പത്തെ വാബിലും കടന്ന ഹദീസുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ഒരാളെ പറ്റി കുറ്റം പറയാൻ നിൽക്കണ്ട. അന്നഹാ കാലത്ത് ആയിഷ ബി പറയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസുബ്ബുൽ അംവാത മരിച്ചവർ നിങ്ങൾ ചീത്ത വിളിക്കരുതേ. ഫഇന്നഹും ഖദ് അഫ്ളൂ ഇലാ മാ ഖദ്ദമൂ അവരെങ്ങോട്ട് അണഞ്ഞു ചേർന്നു, അവരെന്തൊക്കെയാണോ ദുന്യാവെന്ന് ചെയ്തതെങ്കിൽ നന്മ ചെയ്തെങ്കിൽ അതിലേക്ക് അണഞ്ഞു ചേർന്നു കഴിഞ്ഞു. റവാഹുൽ ബുഖാരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൻ നഹി അനിൽ ഈദാ വേറാളെ വിഷമിപ്പിക്കുന്നതിനെ തൊട്ടുള്ള വിലക്ക് പറയുന്ന ബാബ്. ഖാല അല്ലാഹു തആല വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനം വഇസ്മൻ മുബീനാ. ഈ ആയത്ത് നിലമന്നീൻ. വഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിമു യഥാർത്ഥ മുസൽമാൻ മൻ ഒരുത്തനാണ്, സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി യദിഹി മറ്റു മുസ്ലിമീങ്ങൾ ഇവൻ്റെ നാവിൻ്റെ ഷർറിനെ തൊട്ടും കയ്യിൻ്റെ ഷർറിനെ തൊട്ടും രക്ഷപ്പെട്ടിരിക്കുന്നു, അവനാണ് യഥാർത്ഥ മുസൽമാൻ. വൽ മുഹാജിറു യഥാർത്ഥ ഹിജറ പോയവൻ, യഥാർത്ഥത്തിൽ നാട് വിട്ടുപോയവൻ, മന്നൊരുത്തനാണ് ഹജറമാൻ അല്ലാഹു അൻഹു അള്ളാഹു വിലക്കിയ എല്ലാ കാര്യങ്ങളെ തൊട്ടും അവൻ വെടിഞ്ഞു നിന്നു, അങ്ങനത്തവനാണ് യഥാർത്ഥ മുഹാജിർ. മുത്തഫഖുൻ അലൈഹി.
وعنه أنه قال قال رسول الله صلى الله عليه وسلم من أحب أن يزحزح عن النار ويدخل الجنة സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടണമെന്നും നരകത്തിനെ തൊട്ട് ദൂരത്താക്കപ്പെടണമെന്നും ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഫൽതഅ്തിഹി മനിയ്യുഹു മനിയ്യത്തുഹു അവൻ്റെ മരണം അവന് വന്നു കൊള്ളട്ടെ. നിലയിൽ വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ ആ നിലയിൽ മരണം വന്നു കൊള്ളട്ടെ. ജനങ്ങളിലേക്ക് അവൻ എത്തിക്കട്ടെ. അല്ലതി ഒരു കാര്യം യുഹിബ്ബ യൂത്ത ഇലൈഹി അവനിലേക്ക് വരപ്പെടണമെന്ന് കരുത്തി ഇഷ്ടപ്പെടുന്ന സംഗതി അവൻ ജനങ്ങൾ അങ്ങോട്ടും എത്തിക്കട്ടെ. റവാഹു മുസ്ലിം. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നല്ല പെരുമാറ്റവും ഇങ്ങോട്ടുണ്ടാവണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതേമാതിരി നമ്മൾ അങ്ങോട്ടും കൊടുക്കുക. റവാഹു മുസ്ലിം. വഹുവ ബഅദു ഹദീസിൻ തവീലിൻ ഞാൻ ഈ പറഞ്ഞ ഹദീസ് ദീർഘമായ ഹദീസിൻ്റെ ഭാഗമാണ്. സബക്ക ഹദീസ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫി ബാബി ത്വാഅത്തി ഉലാത്തിൽ ഉമൂർ ഭരണകർത്താക്കൾക്ക് അനുസരിക്കുന്നതിൻ്റെ ബാബ് ചർച്ച ചെയ്യുന്നൊരു ബാബുണ്ട്. ആ ബാബിൽ കഴിഞ്ഞു പോയ ഹദീസിൻ്റെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയത്. ബാബുന്നഹിയാനി തബാഗുലി അങ്ങുമിങ്ങും ദേഷ്യം വെക്കുന്നതിനെ തൊട്ട് വിലക്കുന്ന ബാബ്. വത്തഖാത്തുഇ പണങ്ങി നിൽക്കുന്നതിനെ തൊട്ടും വതദാബിരി പിന്തിരിഞ്ഞു പോകലിനെ തൊട്ടും. ഖാലല്ലാഹു തആല ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ സത്യവിശ്വാസികൾ ഒരു ഉദരത്തിൽ വന്നതായ സഹോദരന്മാരെ പോലെയാണ്. വഖാല തആല അതില്ലത്തിന്നൽ മുഅ്മിനീൻ വിശ്വാസികളുടെ അടുത്തെത്തുമ്പോൾ വളരെ ലോലമായി നിൽക്കുന്നവരാണ്. ഐസത്തിന്നൽ കാഫിരീൻ അവിശ്വാസികൾക്കെതിരെ പ്രതാപത്തിലും കഴിയുന്നവരാണ്. വഖാല തആല മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതരാണ്. അവിടുത്തോട് കൂടെയുള്ള സഹാബാക്കളുണ്ടല്ലോ കുഫാറിനെതിരെ ശദീദീങ്ങളുമാണ്. അതോടുകൂടെ തന്നെ അവർക്കിടയിൽ അവർ റഹ്മത്തുള്ളവരുമാണ്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി പറയാണ് ലാ തബാഗദൂ പരസ്പരം ദേഷ്യം വെക്കരുതേ. വലാ തഹാസദൂ അങ്ങുമിങ്ങും അസൂയ വെക്കരുതേ. വലാ തഖാതഉ അങ്ങുമിങ്ങും പിന്തിരിയരുതേ. വലാ തഖാതഉ അങ്ങുമിങ്ങും പിണങ്ങരുതേ. വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ അല്ലാഹുവിൻ്റെ അടിയാറുകളെ നിങ്ങൾ സഹോദരങ്ങളാവണേ. വലാ യഹില്ലു ലി മുസ്ലിമിൻ ഒരു മുസ്ലിമിനും ഹലാലല്ല അൻ യഹ്ജുറ അഖാഹു തൻ്റെ സഹോദരനോട് തെറ്റി നിൽക്കൽ ഫൗക സലാത്തിൻ 3 ദിവസത്തിനപ്പുറം. തഫഖുൻ അലൈഹി. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال تفتح أبواب الجنة يوم الاثنين يوم الخميس തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ അല്ലാഹുവിനോട് ഒരു ഷൈഉം പങ്കുവെക്കാത്തതായിരിക്കുന്ന എല്ലാ അടിമകൾക്കും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇല്ലാ റജുലൻ ഒരു മനുഷ്യനൊഴികെ കാനത്ത് ബൈനഹു വബൈന അഖീഹി ശൈനാഉ അവൻ്റെയും തൻ്റെ സഹോദരൻ്റെയും ഇടയിൽ പിണക്കമുണ്ട്. അങ്ങനത്തെ ഒരിക്കൊഴികെ ഓൻ്റെ പാപങ്ങൾ പൊറുക്കൂല. ഫയഖാലു പറയപ്പെടുന്നു അൻളിറു മലക്കുകളെ നിങ്ങൾ ഒരു ടൈം കൊടുക്കൂ ഹദൈനി രണ്ടാളുകൾക്ക് ഹത്തായുസ്തലിഹ അവർ നന്നാകുവാൻ ടൈം കൊടുക്കൂ. അതോ ഓല് പാപം പൊറുക്കണോ പൊറുക്കണ്ടേ എന്നാണ് തീരുമാനിച്ചിട്ട് നിൽക്കട്ടെ ഒരു ബെൻഡിങ്ങിൽ. അൻളിറു ഹദൈനി ഹത്തായുസ്തലിഹ ഈ 2 പേർക്കൊന്ന് താമസം കൊടുക്കൂ നന്നാകുന്നത് വരെ. നന്നാകുമോ നോക്കുക. നന്നായില്ലെങ്കിൽ നരകത്ത് ഇങ്ങോട്ട് പോയിക്കോട്ടെ എന്നർത്ഥം. റവാഹു മുസ്ലിം. ഫീ റിവായത്തിൽ ലഹു മറ്റു പോട്ടിൽ കാണാം തുറദുൽ അഅമാലു ഫീ കുല്ലി യൗമി ഖമീസിൻ വസ്നൈനി എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിൻ്റെ അടിയാറുകളുടെ അമലുകൾ അള്ളാഹിൻ്റെ ഹദറത്തിൽ ഒഴിവാക്കപ്പെടും. വദകറ വനഹവഹു എന്നിട്ട് ഇതിന് ബാക്കി എന്ത് പറഞ്ഞു? തെറ്റുള്ളവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞു. ശരിയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഹരീമിൽ ഹസദി ഹസദ് ഹറാമാണെന്ന് പറയുന്ന ബാബ്. അസൂയ എന്നറിയും മലയാളത്തിൽ. വഹുവ ഹസദ് പറഞ്ഞാൽ തമന്നി സവാലി നിഅമത്തിൻ സാഹിബിഹ അനുഗ്രഹം അതിൻ്റെ ആളത്തൊട്ട് നീങ്ങിപ്പോകാൻ പൂതി വെക്കണതിനാണ് പറയാം. സ്വാഭാവികമായത് നിയമത്തെ ദീനിൻ്റെ അപ്പോൾ ദീനിൻ്റെ നിയമത്താകാം. നിസ്കാരം നോമ്പോറ്റെടുക്കണ കാണുമ്പോൾ കയ്യും കാലും മുറിഞ്ഞ് മൂലക്കലാങ്കി എന്നൊക്കെ പൂതിയൊക്കെ തന്നെ അത് ദുനിയ അല്ലെങ്കിൽ ഈ ദുന്യവി ആയതാകാം. കച്ചവടം ബിസിനസ്സൊക്കെ നടക്കുമ്പോൾ തകർന്നു പോയെങ്കിൽ എന്നൊക്കെ പൂതിയൊക്കെ. ഖാലല്ലാഹു തആല യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി അള്ളാഹു ജനങ്ങൾക്ക് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ അസൂയ വെക്കുകയാണോ? ആ പരിപാടി വേണ്ടട്ടോ. ഒഫീഹി ഇതിലുണ്ട് ഹദീസ് അനസിൻ അനസ് റളിയല്ലാഹു ഹദീസ്. ഏത് ഹദീസ്? സാബിഖു ഫിൽ ബാബി ഖബല തൊട്ട് മുമ്പ് കഴിഞ്ഞതായിരിക്കുന്ന ഹദീസ്. വലാ തഹാസദു എന്നൊക്കെ ഉണ്ടായില്ല.
വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇയ്യാകുമുൽ ഹസദ, നിങ്ങൾ സൂക്ഷിക്കണം അസൂയയെയും. ഫഇന്നൽ ഹസദ, നിശ്ചയം അസൂയ യഅകുലുൽ ഹസനാത്തി, സൽക്കർമ്മത്തെ തിന്നുകളയും. കമാ തഅകുലുൻ നാറുൽ ഹത്തബ, തീ വിറക് തിന്നും പോലെ. ഔ കാലാല് തങ്ങൾക്ക് പറഞ്ഞത് അൽ ഉഷ്ബ, പുല്ല് തിന്നും പോലെ. റവാഹു അബൂ ദാവൂദ.